നല്ലൊരു ടിപ്സ് പറഞ്ഞു തരാൻ പോവുകയാണ്. ഹായ്, ഹലോ, എല്ലാവർക്കും റോയ് 3R വീഡിയോസിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹത്തോടെയുള്ള സ്നേഹം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ വർഷത്തെ ക്രിസ്മസ് അത്ര ഹാപ്പിയും അല്ല. കാരണം വൈഫിൻ്റെ അപ്പനും അമ്മയൊക്കെ സുഖമില്ലാണ്ടിരിക്കുകയാണ്, ഹോസ്പിറ്റലിലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ, ഞാൻ നിങ്ങൾക്ക് ഈ പ്രാവശ്യം ക്രിസ്മസ് വ്ലോഗ് ചെയ്യുന്നില്ലെങ്കിലും നല്ലൊരു ടിപ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഉപകാരപ്രദമായ നല്ലൊരു ടിപ്സാണ്. എല്ലാവരും അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും കണ്ടോളൂ. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എല്ലാവർക്കും. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. അതായത് ഞാൻ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് കറണ്ട് ചാർജ് എങ്ങനെയെല്ലാം കുറയ്ക്കാൻ പറ്റും. എൻ്റെ നിന്നാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം KSEB ഇപ്പോൾ വീണ്ടും നമ്മുടെ കറണ്ട് ചാർജ് കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല കറണ്ട് ചാർജ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്കത് കുറയ്ക്കാനുള്ള ചെറിയ ചെറിയ കുറച്ച് ടെക്നിക്കുകളുണ്ട്. അത് മുഖേന നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അനുഭവം. ഞങ്ങൾ ഇതിനു മുന്നേ താമസിച്ചിരുന്നത് ഒരു ഫ്ലാറ്റിലാണ്. ആ ഫ്ലാറ്റിൽ എല്ലാവരും അറിയാം, നമ്മൾ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അവിടുത്തെ നമ്മുടെ കറണ്ട് ചാർജ് വന്നുകൊണ്ടിരുന്നത് 4000 രൂപയ്ക്കും 5000 രൂപയ്ക്കാണ് KSEB ബില്ല് വന്നുകൊണ്ടിരുന്നത്. അതേ ഞങ്ങൾ പുതിയ വീട് വെച്ചും കൊണ്ട് മാറി ഇപ്പം നമ്മുടെ കറണ്ട് ബില്ല് വന്നിരിക്കുന്നത് 600നും 750 രൂപയ്ക്കും അടിക്കാണ്. കറണ്ട് ചാർജ് കുറഞ്ഞതാണ്, കറണ്ട് ബില്ല് കുറഞ്ഞ ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾ. ഇപ്പം നമ്മൾക്ക് വന്നിരിക്കുന്ന ബില്ലുകൾ എന്ന് പറയുന്നത് 600 രൂപയും ഒരു 750 രൂപ അത്രേ നമുക്ക് ബില്ല് വരുന്നുള്ളൂ, KSEB ചാർജ് കൂട്ടിയിട്ട് വരെ. അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മാർഗ്ഗങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലാറ്റ് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഉപകരണങ്ങളാണ്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, അതുപോലെ ഫാന്, ഇൻഡക്ഷൻ കുക്കർ, അയൺ ബോക്സ്. ഇപ്പം നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. കൂടെ കിണറിൽ നിന്ന് വെള്ളം അടിക്കാനായിട്ട് മോട്ടറും ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കറണ്ട് ചാർജ് കുറയാനുള്ള കാരണം. അതുപോലെ തന്നെ അന്ന് നമ്മളൊരു 1-2 LED ബൾബ് മാത്രം ഉപയോഗിച്ചെന്ന് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്ന വീടിൻ്റെ ഒരു ബണ്ടിലെ നമ്മൾ പുറത്തൊക്കെ LED ഉപയോഗിക്കാറുണ്ട്. എപ്പോഴും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഉപയോഗിക്കും അത്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ആ LED ബൾബ് നാശമായിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറൊക്കെ നമ്മളത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ലൈറ്റ് LED ഒക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഉപയോഗിക്കാറുണ്ട്. മോട്ടർ ഉപയോഗിക്കും, ഇവിടെ കിണറിൽ വെള്ളം അടിക്കാനായിട്ട് മോട്ടർ ഉപയോഗിക്കുന്നുണ്ട്. AC, ഫാൻ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറണ്ട് ചാർജ് കുറയാനുള്ള ഒന്നാമത്തെ മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലുള്ള ഫാന് BLDC ഫാനാണോ എന്ന് നോക്കണം. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കറണ്ട് തിന്നുന്ന സാധനം. നമ്മുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന സാധാ ഫാനുകളായിരുന്നു. ഞങ്ങളത് ഫുൾ ടൈം ഉപയോഗിക്കും. കോഴിക്കോട് ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും, അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഉപയോഗിക്കാറുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മളിപ്പോൾ പുതിയ വീട് വെച്ചപ്പോൾ 5 ഫാനുകൾ പുതിയത് വാങ്ങി. 5ഉം BLDC ഫാനാണ്.
ഇതിൽ 4 നമ്മൾ മിക്ക ടൈമിലും കൂടെ ഉപയോഗിക്കാറുണ്ട്. ഒരു ഫാൻ നമ്മൾ ഗസ്റ്റ് റൂമിലാണ്, അവിടെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറില്ല. ഞാനിടയ്ക്ക് വീഡിയോ ചെയ്യാനൊക്കെ കയറി കഴിഞ്ഞാൽ അപ്പോഴാണ് ഉപയോഗിക്കാറ്, അത് എപ്പോഴും ഉപയോഗിക്കാറില്ല. ബാക്കി 4 ഫാനുകൾ മിക്ക ടൈമിലും ഉപയോഗിക്കാറുണ്ട്. 2 ഫാന് രാത്രി ഫുൾ ടൈം ഉപയോഗിക്കാറുണ്ട്. AC നമ്മൾ ചിലപ്പം ഉപയോഗിക്കാറുണ്ട്. പിന്നെ അപ്പോൾ അതിന് നല്ലൊരു കറണ്ട് വ്യത്യാസം വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. BLDCൻ്റെ ഫാനുകൾ വാങ്ങി ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കുറേ കറണ്ട് ചാർജ് ലാഭിക്കാനായിട്ട് കഴിയും. പിന്നെ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പഴകി കഴിഞ്ഞാൽ അത് കറണ്ട് കൂടുതൽ തിന്നാൻ തുടങ്ങും. ഉദാഹരണത്തിന് നമ്മുടെ ഫ്രിഡ്ജ് കുറച്ച് പഴയ ഫ്രിഡ്ജ് ആയപ്പോഴത്തേന് അതിന് കറണ്ട് കണ്ടമാനം ഉപയോഗിക്കാൻ തുടങ്ങി തോന്നുന്നുണ്ട്. നമ്മൾ ആ ഫ്രിഡ്ജ് മാറ്റിയിട്ട് പുതിയ വീട് വെച്ചപ്പോൾ പുതിയ ഫ്രിഡ്ജ് വാങ്ങി സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ നല്ലൊരു കറണ്ട് ചാർജ് നമുക്ക് മാറ്റം വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഴകിയ ഏതെങ്കിലും ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റുമെങ്കിൽ അതൊന്ന് മാറ്റി പുതിയത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നമുക്ക് കുറേ കറണ്ട് ചാർജ് ലാഭിക്കാനായിട്ട് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ കറണ്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു വൈകുന്നേരം ഒരു 6 മണി മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ കറണ്ട് കുറച്ച് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് പറ്റുമെങ്കിൽ ആ സമയത്ത് നമുക്ക് ഓഫാക്കി ഇടാനേ പറ്റും. വാഷിംഗ് മെഷീൻ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റും. അയൺ ബോക്സ് ആ സമയത്ത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റും. അങ്ങനെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കരുത്. അതേപോലെ തന്നെ മോട്ടർ, കിണറിൽ നിന്ന് വെള്ളമടിക്കുന്ന മോട്ടറിൻ്റെ സ്വിച്ച് ആ സമയത്ത് നമ്മൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക. ബാക്കിയുള്ള സമയത്ത് നമുക്ക് പകലോ അതിരാവിലേക്കാണ് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കറണ്ട് ചാർജ് കണ്ടവനം മാറ്റം വരും കേട്ടോ. കാരണം ഈ 6 മണി 10 മണി സമയത്ത് എല്ലാവരും കറണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ കറണ്ട് ചാർജ് കൂടുതലായിട്ട് യൂണിറ്റ് കൂടുകയും നമ്മുടെ ബില്ല് കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ മാക്സിമം നമ്മുടെ കറണ്ട് ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കറണ്ട് ബില്ല് ലാഭിക്കാനായിട്ട് കഴിയും. ഇതൊക്കെയാണ്, അതായത് BLDC ഫാനുകൾ ഉപയോഗിക്കുക, പഴകിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പറ്റുമെങ്കിൽ മാറ്റി പുതിയ വാങ്ങുക. മൂന്നാമത് വൈകുന്നേരം 6 മണി തൊട്ട് 10 മണി വരെയുള്ള കറണ്ട് മാക്സിമം ഉപയോഗം കുറയ്ക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കറണ്ട് ചാർജിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ LED ബൾബുകളൊക്കെ ഉപയോഗിക്കുക. നമ്മൾ സാധാരണ പഴയ ബൾബുകളൊക്കെ മാറ്റിയിട്ട് LED ബൾബുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും. അതേപോലെ TVകൾ, അതേ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഇതൊക്കെ നമുക്ക് പഴയ ഉൽപ്പന്നങ്ങളാണെങ്കിൽ മാറ്റാൻ പറ്റുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ മാറ്റേണ്ട ടൈം ആയെങ്കിൽ ഒന്ന് മാറ്റി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ. കൂടെ ന്യൂ ഇയർ ആണ് വരാൻ പോകുന്നത്. പുതിയ വീഡിയോസൊക്കെ അപ്പത്തേക്ക് വരും. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ആശംസകളും അഡ്വാൻസായിട്ട് നേരുകയാണ്. ടാറ്റാ, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എല്ലാവർക്കും ഉപകാരപ്രദമാണ്. ബൈ ബൈ.